ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിഫ്റ്റി 50 അനാലിസിസിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ അനാലിസിസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഡു ഓർ ഡേ ലെവലാണ് എന്നുള്ളത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഒരു ഫാളിന് സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തപ്പോൾ നമുക്ക് നല്ലൊരു ഫാളാണ് കാണാൻ കഴിഞ്ഞത്. ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് നല്ല ഒരു ഫാൾ ഈ ഒരു ലെവലിൽ നിന്നാണ് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുള്ളത്. ഇനി കഴിഞ്ഞ ദിവസം നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് നല്ല ഒരു ബൈങ് ആണ് കാണാൻ കഴിഞ്ഞത്. ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ കഴിഞ്ഞത്. സോ ഇന്ന് ഏകദേശം കറക്റ്റ് ഈ ഒരു ക്യാൻഡിലിൻ്റെ സെൻട്രലായിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഒരു സെൽ ഓഫാണ് നമുക്കിന്ന് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞത്. ഇനി നമുക്ക് നാളത്തെ 15 മിനിറ്റ്സ് ചാർട്ട് എടുത്തിട്ട് നാളത്തെ ട്രേഡ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഹലോ ഫ്രണ്ട്സ്, ഇത് നിഫ്റ്റി 50യുടെ 15 മിനിറ്റ്സ് ചാർട്ടാണ്. ഈ 15 മിനിറ്റ്സ് ചാർട്ടിൽ കഴിഞ്ഞ ദിവസം നമ്മളൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നല്ലൊരു സെല്ലിങ് കണ്ട് ഇവിടുന്ന് ചെറിയൊരു പുൾ ബാക്ക് 25,500 എന്നുള്ള സൈക്കോളജിക്കൽ ലെവല് ബ്രേക്ക് ആയതിനു ശേഷം ഇതിൻ്റെ ലോജിക്ക് എന്ന് പറയുന്നത് ഈ ഒരു ലെവൽ ബ്രേക്ക് ആയപ്പോൾ ഇവിടുന്ന് എല്ലാ സെല്ലേഴ്സ് എല്ലാം എൻ്റർ ചെയ്തു. അവർ ട്രാപ്പ് ചെയ്തിട്ട് നല്ലൊരു മൊമെൻ്റമാണ് നമുക്ക് കഴിഞ്ഞ ദിവസം കാണാൻ കഴിഞ്ഞത്. സോ ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് ഓപ്പൺ ചെയ്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ കഴിഞ്ഞത്. ഇന്ന് ഞാനെടുത്ത ട്രേഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലിൽ നിന്നാണ് ഞാനൊരു സെൽ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത്. പുട്ട് ഓപ്ഷൻ ബൈ ചെയ്ത് ഏകദേശം ഈ ഒരു ലെവലിൽ വന്ന് മാർക്കറ്റ് പുൾ ബാക്ക് വന്നപ്പോൾ ഞാൻ ചെറിയൊരു പ്രോഫിറ്റിൽ എക്സിറ്റ് ചെയ്തു. പിന്നെ ഞാൻ എടുത്ത ഒരു എൻട്രി എന്ന് പറയുന്നത് ഈ ഒരു ലെവലിൽ ഒരു ബൈ എൻട്രി എടുത്ത് ഈ ഒരു ലെവൽ വരെ ഞാൻ ക്യാച്ച് ചെയ്തു. സോ ഏകദേശം ഒരു 10,000 റുപ്പീസാണ് ഇന്നത്തെ ട്രേഡിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരു ട്രേഡ് 700 സംതിങ്, മറ്റൊരു ട്രേഡിൽ 9,000 സംതിങ്, ടോട്ടൽ 10,000 സംതിങ് ആണ് ഇന്നത്തെ ഒരു ട്രേഡിൽ പ്രോഫിറ്റ് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സോ ഇനി നമുക്ക് നാളത്തെ ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് നോക്കാം. നാളെ ഒരു ട്രാപ്പിംഗ് ഡേ ആവാനാണ് സാധ്യത. ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഡേ ആവാനാണ് സാധ്യത. സോ ഈ ഒരു ലെവലിൽ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്. എങ്കിലും നാളെ കഴിയുന്നതും ട്രേഡ് ചെയ്യാതിരിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞ ചെറിയ ക്വാണ്ടിറ്റിയിൽ ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് പ്ലാന്. സോ ഈ ഒരു ഫ്ലാറ്റ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് എങ്കിലും, അല്ലെങ്കിൽ ഒരു ഗ്യാപ്പ് അപ്പ് ആയിട്ടാണ് ഓപ്പൺ ചെയ്യുന്നത് എങ്കിലും ഒരു സെൽ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ചെറിയ ഒരു സെല്ലിങ് ചാൻസ് ആണ് നോക്കുന്നത്. ഈ ഒരു ലെവലിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിയറിഷ് ക്യാൻഡിൽ കാണുകയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം ഈ ഒരു ലെവൽ വരെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ലെവലിൽ 25,600 എന്നുള്ള ലെവലൊരു സപ്പോർട്ടാണ്. ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,472 ഈ ഒരു ലെവൽ വരെ വരാനും സാധ്യതയുണ്ട്. സോ ഇതാണ് നാളത്തെ ഒരു ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. സോ ചെറിയ ഒരു മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്യുന്നതായിരിക്കും ക്വാണ്ടിറ്റിയിൽ നാളെ നല്ലത്. കാരണം നാളെ ഒരു ട്രാപ്പിംഗ് ഡേ ആവാനും ഈ ഒരു ലെവലിൽ കൺസോളിഡേറ്റ് ചെയ്യാനുമാണ് സാധ്യത കാണുന്നത്. സോ ഈ ഒരു ലെവലിൽ 25,830 എന്നുള്ള ലെവലിൽ നല്ല ഒരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്ത് നല്ലൊരു സെക്കൻഡ് പ്രൈസ് ആക്ഷൻ കാണുകയാണെങ്കിൽ മാത്രമാണ് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നോക്കുന്നത്. ഇതാണ് നാളത്തെ ട്രേഡിംഗ് പ്ലാൻ. താങ്ക് യു.